നേടുക എന്നതാണോ എൻ്റെ കുട്ടികളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന 7 മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഏതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. മിസ് പറയുന്നത് പോലെ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പം നമുക്കറിയാം ഈ വർഷം പുതിയൊരു തുടക്കമാണ്. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വർഷമെങ്കിലും കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും നമ്മൾ വരുത്താതെ ഏറ്റവും നല്ല ഒരു മാർക്കിലേക്ക് നമ്മൾ ഇപ്രാവശ്യം എത്തും അല്ലേ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറേ മിസ്റ്റേക്സുകൾ വരുത്തി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ മിസ്റ്റേക്സ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ഏതൊക്കെയാണ് ആ ഒരു 7 മിസ്റ്റേക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേതെങ്കിലും നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കോപ്പിയിങ് അതേഴ്സ് ഇൻ സ്റ്റഡീസ്. അതായത് നമ്മളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് അവൾ എന്താണോ ചെയ്യുന്നത്, അവൾ ഏത് ചാപ്റ്റർ ആണോ പഠിക്കുന്നത്, അവൾ എത്ര സമയം എടുത്തിട്ടാണോ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്, എല്ലാം ഒരാളെ കോപ്പി ചെയ്യുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അഡ്വേഴ്സ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുക. അതായത് നിങ്ങളെ പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് പുറകോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾ ചെയ്യുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യന്മാരും ഡിഫറൻ്റ് അല്ലേ മക്കളെ? അപ്പം നിങ്ങളെപ്പോലെ ആയിരിക്കില്ല നിങ്ങൾ ആരെയാണോ കോപ്പി ചെയ്യുന്നത് അയാളുടെ ബ്രെയിനും അയാളുടെ ക്യാപ്പബിലിറ്റിയും അല്ലെ അയാളുടെ കഴിവും എല്ലാം വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ആ കുട്ടിയുടെ വീക്കായിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കില്ല നിങ്ങളുടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ കുട്ടിക്ക് എടുക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എടുക്കുന്ന സമയമായിരിക്കില്ല നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ നല്ലതാണ്. ഓക്കെ, എനിക്ക് ആ കുട്ടീനെ പോലെ നന്നായിട്ട് മാർക്ക് വാങ്ങണം എന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ട് നമുക്ക് പഠിക്കുന്നത് ഓക്കെയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആ കുട്ടി എന്താണോ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും വർക്കാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ മക്കളെ? അപ്പം നിങ്ങൾക്ക് എത്ര മാർക്കാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് അറിയാം. ഏറ്റവും ടോപ്പായിട്ട് അയാളെ പോലെ എനിക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഒരിക്കലും അത് തന്നെ കോപ്പി ചെയ്ത് പോകുന്നത് പറ്റില്ല. അപ്പം നമ്മളുടെ ഏതാണോ പഠിക്കാനുള്ള രീതി, നമുക്ക് എത്രയാണോ പഠിക്കാൻ എടുക്കുന്ന സമയം, അത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ടിപ്സൊക്കെ ചോദിക്കാം, എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് നമുക്ക് ട്രിക്കുകളിലൂടെ പഠിക്കാൻ പറ്റുമോ, എങ്ങനെയാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും കംപ്ലീറ്റ്ലി ഒരാളെ നിങ്ങൾ കോപ്പി ചെയ്യരുത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് യൂസിങ് ടു മെനി റിസോഴ്സസ്. അതായത് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കേൾക്കുക, അതേപോലെ ഒരുപാട് ബുക്കുകൾ എടുത്ത് ഒരേ സാധനം പഠിക്കാൻ കുറേ ബുക്കുകൾ ഉപയോഗിക്കുക, കുറേ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുക. ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 2 ടീച്ചേഴ്സ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവും, നിങ്ങളിപ്പോൾ ട്യൂഷൻ ഇപ്പോൾ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീച്ചറിനെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. കുറേ ടീച്ചേഴ്സിനെ ഫോളോ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന രീതികൾ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടെ മനസ്സിലാക്കി പഠിക്കാൻ ഒരുപാട് സാധനങ്ങൾ പഠിക്കണം എന്നില്ല. പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നാണെങ്കിലും അത് വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നതാണ് ഇഗ്നോറിങ് വീക്ക് സബ്ജക്റ്റ്. ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് മാത്സ് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി മാത്സ് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ മാത്സിലേക്ക് ഇനി തിരിഞ്ഞു നോക്കുന്നില്ല, എനിക്ക് അറിയുന്ന സബ്ജക്ട്സ് മാത്രം ഞാൻ പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ നിങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യോ. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. അപ്പോൾ വീക്കർ സബ്ജക്റ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീക്കർ സബ്ജക്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആവാൻ അതിനാണ് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്കത് വീക്കായി പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആശ്രയിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി തരുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവരെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക, കൂടുതൽ സമയം എടുക്കുക, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്കത് എന്തായി മാറും? സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ഒരിക്കലും നിങ്ങൾ വീക്കർ സബ്ജക്റ്റിനെ ഇഗ്നോർ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യുക, ആ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതൊരിക്കലും ഹെൽപ്പ് ചെയ്യില്ല എന്ന് ആലോചിക്കുക. ഓക്കെ, ആൻഡ് അടുത്ത ഒരു കാര്യമാണ്, അടുത്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് നമ്മളുടെ
നോട്ട് ടേക്കിംഗ് എക്സാംസ് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസ് വരും അല്ലേ. ക്ലാസ് ടെസ്റ്റുകൾ വരും, ഓണം എക്സാം വരും, അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം വരും, ഫൈനൽ എക്സാം വരും. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഫൈനൽ എക്സാം അല്ലേ, അപ്പോൾ ഫൈനൽ എക്സാമിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി, ബാക്കിയുള്ള എക്സാമിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും അടുത്ത വലിയ പൊട്ടത്തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഓണം എക്സാമിന് നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഓണം എക്സാമിന് നമ്മൾ സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഓണം എക്സാമിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റും. പിന്നെ ക്രിസ്മസ് എക്സാം വരുമ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് തീർക്കാൻ വരും. അപ്പോൾ ഫൈനൽ എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു ഭാരമായിട്ട് തോന്നൂല, നിങ്ങൾക്ക് ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും ഓരോ എക്സാംസിനെയും സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ഓണം എക്സാമിനും പഠിച്ചില്ല, ക്രിസ്മസ് എക്സാമിനും പഠിച്ചില്ല, ക്ലാസ് ടെസ്റ്റിനും പഠിച്ചില്ല, അവസാനം നിങ്ങൾക്ക് ഇതെല്ലാം കുന്നുകൂടി കിടക്കും. പിന്നെ ടെൻഷനാവും, മാർക്ക് കിട്ടാണ്ടാവും, പിന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഡൗൺ ആയിട്ട് പോകും. സോ ഓരോ എക്സാംസിനെയും അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സിൽ എൻ്റെ കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു കാര്യമാണ് റിവിഷൻ നടത്തില്ല. അതായത് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും, പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. എന്താ പ്രശ്നം? നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴോ ഒക്കെ അത് റിവൈസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ സമയം കണ്ടെത്തണം. റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യമൊക്കെ പൂജ്യം പോലെ മറന്നു പോകും, ഒന്നും ഓർമ്മയുണ്ടാവാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. സോ റിവിഷൻ ഈസ് മസ്റ്റ് എന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യമാണ് ഓവർ കോൺഫിഡൻ്റ് ആവുക അല്ലെങ്കിൽ അണ്ടർ കോൺഫിഡൻ്റ് ആവുക. എന്നെ കൊണ്ടെല്ലാം പറ്റും, എനിക്കെല്ലാം അറിയാം, എനിക്കൊക്കെ അറിയാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഓവർ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് അഡ്വേഴ്സ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുക. എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ പലതും അറിയുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാതിരിക്കുകയാണ് എപ്പോഴും ചെയ്യുക. എപ്പോഴും കോൺഫിഡൻസ് നമുക്ക് വേണം, പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയാണ് അണ്ടർ കോൺഫിഡൻ്റ് ആവുക. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്കൊന്നിനും കഴിയില്ല, ഞാനൊന്നിനും കൊള്ളില്ല, എനിക്കിത് പഠിച്ചാൽ തലേ കയറില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര എനിക്ക് കോൺഫിഡൻസ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ആ ഒരു രീതിയിൽ എപ്പോഴും നെഗറ്റിവിറ്റിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, തീരെ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് പഠിച്ചാൽ കഴിയും അല്ലേ, ആ ഒരു പോസിറ്റിവിറ്റിയോടുകൂടെ നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഈ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബി കോൺഫിഡൻറ്റ്, നോട്ട് ഓവർ കോൺഫിഡൻറ്റ് ഓർ അണ്ടർ കോൺഫിഡൻറ്റ് എന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യമാണ്, ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യൂല. ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറിനോട് ചോദിക്കാൻ മടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക, ഇവൾ പൊട്ടിയല്ലേ, ഇവക്കൊന്നും അറിയില്ല എന്ന് മറ്റുള്ളവർ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് അറിയുന്ന പോലെ ഇരിക്കും അല്ലേ, തലയാട്ടി ഇരിക്കും, ഒരു ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യില്ല. അതെന്താ പ്രശ്നം? നിങ്ങൾക്ക് മാർക്ക് കിട്ടാണ്ടാവും അതെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ, നിങ്ങളിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ സ്കൂൾസിലാണെങ്കിലും എപ്പോഴും ധൈര്യസമേതം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡൗട്ട്സ് ചോദിക്കുക ആൻഡ് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് മിസ് ചെയ്ത് വന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ആൻഡ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ബാച്ചിലൊക്കെ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചാറ്റ് വഴിയൊക്കെ ചോദിക്കാം, അപ്പോഴും ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ എന്തിരുന്നാലും നമ്മളുടെ ആവശ്യമാണ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 7 മിസ്റ്റേക്സ് നിങ്ങളിൽ എന്തായാലും പലരും വരുത്തുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഏതൊക്കെ മിസ്റ്റേക്സ് ആണ് 1 2 3 4 5 6 7 ഉണ്ടല്ലേ, ഇതിൽ ഏതൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ വരുത്തുന്നത് ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. മിസ് ഇത് നോക്കുന്നതായിരിക്കും ആൻഡ് ഉടനെ തന്നെ യെസ് മിസ് ഞാൻ ഇത് മാറ്റും എന്നുള്ളതും കൂടെ എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, ഈ വർഷം നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ഓൺ ഈ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ എക്സാമിനർ ഫാമിലി ഉണ്ട്. സോ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.